സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാനുള്ള വഴിയടഞ്ഞതോടെ സംസ്ഥാനത്ത് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം അഥവാ RRTS റെയിൽ സംവിധാനം നടപ്പിലാക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുകയാണ് പിണറായി വിജയൻ സർക്കാർ. സംസ്ഥാന മന്ത്രിസഭ പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരം നൽകിയതിന് പിന്നാലെ ധനമന്ത്രി പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ഇതിനുശേഷം ഗതാഗത വകുപ്പ് വിശദമായ ഉത്തരവും പുറത്തിറക്കിയിരിക്കുകയാണ്. പദ്ധതി സംബന്ധിച്ച നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. എന്താണ് RRTS പദ്ധതി എന്നും കേരളത്തിൽ ഇത് എങ്ങനെയാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും വിശദമായി നോക്കാം. നഗരങ്ങൾക്കും പട്ടണങ്ങൾക്കും ഇടയിലുള്ള യാത്ര സുഗമമാക്കാനുള്ള അതിവേഗ റെയിൽ സംവിധാനമാണ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം അഥവാ RRTS. സാധാരണ മെട്രോ ട്രെയിനുകളെ അപേക്ഷിച്ച് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ സാധിക്കുന്നതും വേഗതയേറിയതുമാണ് RRTS ട്രെയിനുകൾ. രാജ്യത്ത് ഡൽഹി മീററ്റ് റൂട്ടിലാണ് ആദ്യ RRTS പ്രവർത്തനം ആരംഭിച്ചത്. റോഡുകളിലെ തിരക്ക് കുറച്ച് നഗരവികസനം പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു പദ്ധതിക്ക് പിന്നിലെ ലക്ഷ്യം. മണിക്കൂറിൽ 180 കിലോമീറ്ററാണ് പരമാവധി വേഗത. കേന്ദ്ര സർക്കാരും ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് സംസ്ഥാന സർക്കാരുകളും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ് 82 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഡൽഹി മീററ്റ് റൂട്ടിലെ RRTS. ഡൽഹി മീററ്റ് RRTS മാതൃകയിൽ കേരളത്തിലും RRTS പദ്ധതി നടപ്പാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 583 കിലോമീറ്റർ നീളത്തിൽ 4 ഘട്ടമായാണ് പദ്ധതി നടപ്പാക്കുക. ഒന്നാം ഘട്ടം ട്രാവൻകൂർ ലൈൻ. ഇത് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ നീളും. തിരുവനന്തപുരം കൊച്ചി മെട്രോകളെ സംയോജിപ്പിക്കും. 284 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ഭാഗം 2027 മുതൽ 2033 വരെ പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്നു. രണ്ടാം ഘട്ടം മലബാർ ലൈൻ. ഇത് തൃശൂർ മുതൽ കോഴിക്കോട് വരെ നീളുന്നു. കോഴിക്കോട് മെട്രോയുമായി ഇതിനെ ബന്ധിപ്പിക്കും. മൂന്നാം ഘട്ടം കണ്ണൂർ ലൈൻ. ഇത് കോഴിക്കോട് മുതൽ കണ്ണൂർ വരെ നീളും. നാലാം ഘട്ടം കാസർഗോഡ് ലൈൻ. ഇത് കണ്ണൂർ മുതൽ കാസർഗോഡ് വരെ നീളും. ആദ്യഘട്ടമായി 284 കിലോമീറ്റർ ദൈർഘ്യമുള്ള ട്രാവൻകൂർ ലൈൻ അതായത് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള പാത നടപ്പിലാക്കാനാണ് സർക്കാർ തീരുമാനം. ജനസാന്ദ്രതയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതയും പരിഗണിച്ച നിലത്തുകൂടി പോകുന്നതിന് പകരം തൂണുകളിൽ ഉയർത്തി നിർമ്മിക്കുന്ന രീതിയാണ് കൂടുതൽ അനുയോജ്യമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. ഇത് ഭൂമി ഏറ്റെടുക്കുന്നത് ഗണ്യമായി കുറയ്ക്കുകയും പ്രകൃതിദത്തമായ ജലപ്രവാഹത്തിന് തടസ്സമുണ്ടാകുന്നത് ഒഴിവാക്കുകയും ചെയ്യുമെന്ന് സർക്കാർ കരുതുന്നു. കൂടാതെ ജനങ്ങളുടെ എതിർപ്പുകൾ ലഘൂകരിക്കാനും സഹായിക്കും. പദ്ധതിയുടെ ഭൂരിഭാഗവും തൂണുകളിലായിരിക്കും നിർമ്മിക്കുക. ആവശ്യമെങ്കിൽ മാത്രം മണ്ണിട്ട് ഉയർത്തുന്ന ഭാഗങ്ങളും തുരങ്കങ്ങളും ഉപയോഗിക്കും. RRTS പദ്ധതിയെ നഗരങ്ങളിലെ മെട്രോ പദ്ധതികളുമായി സംയോജിപ്പിക്കാനും സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. നിലവിലുള്ള കൊച്ചി മെട്രോയുമായും തിരുവനന്തപുരം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ വരാനിരിക്കുന്ന മെട്രോകളുമായും ഇതിനെ ബന്ധിപ്പിക്കാനാകുമെന്നാണ് സർക്കാർ പറയുന്നത്. ഇത് അവസാന മൈൽ യാത്ര എളുപ്പമാക്കുകയും സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുകയും ചെയ്യും. അങ്ങനെ സംസ്ഥാനത്തൊരു ഏകീകൃത മൾട്ടി മോഡൽ ട്രാൻസിറ്റ് സംവിധാനം യാഥാർത്ഥ്യമാക്കാനാണ് സർക്കാർ പദ്ധതിയിടുന്നത്. ഡൽഹിയിലെ RRTS പദ്ധതിയുടെ ധനസഹായ മാതൃക അതായത് സംസ്ഥാന സർക്കാർ 20%, കേന്ദ്ര സർക്കാർ 20%, അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ദീർഘകാല വായ്പയായി 60% എന്ന രീതിയിലാണ് കേരളത്തിലും ഇത് ഉദ്ദേശിക്കുന്നത്. പദ്ധതി ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുന്നത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് സർക്കാർ കരുതുന്നു. പദ്ധതി ഭാവിയിൽ മറ്റ് സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്കും തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്കും കാസർഗോഡ് വഴി മംഗലാപുരത്തേക്ക് വികസിപ്പിക്കാനും സർക്കാരിന് ആലോചനയുണ്ട്. ഇനി പദ്ധതി പൂർണ്ണമായും പൂർത്തിയാകാൻ എത്ര വർഷം വേണ്ടിവരുമെന്ന് നോക്കാം. തിരുവനന്തപുരം, കോഴിക്കോട് മെട്രോ ഉൾപ്പെടെ 12 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തുടനീളം RRTS ശൃംഖല യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നാണ് ഗതാഗത വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത്. ആകെ ഏകദേശം 1,92,780 കോടി രൂപ ചെലവ് വരുമെന്നും ഉത്തരവിലുണ്ട്.